ഹലോ, ഞങ്ങളിത് 2 മാസത്തിന് ശേഷം ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ എന്തൊക്കെയാ കാര്യങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ 1 തൊട്ട് ഞങ്ങൾക്ക് തുടങ്ങി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയിരിക്കുകയാണ്. ഞങ്ങളിന്ന് പുലർച്ചെയാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നത് ഇതാ ടോം ആൻഡ് ജെറി ഒക്കെ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു വൻ സന്നാഹത്തിനുള്ള പണികളുണ്ട്. എല്ലാ അൽക്കുലത്തായി കിടക്കണ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണേൽ എൻ്റെ ഈ കുഞ്ഞു പീക്കിരികളൊന്ന് ഉറക്കുക കാര്യമൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ അവർ കാര്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും കിട്ടി ഗ്യാപ്പിനിടയിൽ കൂടെ. അതിനിടയിൽ ഏട്ടൻ വന്നപ്പം കുറച്ച് സഹായമായി, വേഗം എല്ലാം തീർത്തു. വീട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണ സൗഗന്ധികത്തിൻ്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാനും കിച്ചും കൂടി നട്ടുവെച്ചു. കിച്ചുവിന് താഴെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി വേറെ കിട്ടുന്നത് കൊണ്ട് കിച്ചു എൻ്റെ ഒക്കത്തന്നെ ഇരിപ്പുണ്ടതാ. അത് 2-3 തൈകളുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ 2ആയിട്ടാണ് നട്ടിട്ടുള്ളത്. കിച്ചുട്ടി മടിയിലിരിക്കണോണ്ട് ഒറ്റക്കൈ കൊണ്ടുള്ള സാഹസികമായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ അവിടുത്തെ ആ ഏരിയയിലെ കുറച്ച് പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ തിണ്ണയിലിരിക്കുമ്പോഴാണ് രുക്കുമോൾ ഇതാ പാവം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, തന്നെ പോയതാ പറിച്ച് വൃത്തിയാക്കുകയാണ്. മിടുക്കി കുട്ടിയാണ് ചക്രമുത്ത്. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വിക്രസുകൾ തുടങ്ങണേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാറില്ല. പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഇതാ വിക്രസ് 1 പൗഡർ ആ മുകളിൽ വരെ ചവിട്ടി കയറി പോയി എടുത്തു. ഇത് ശരിക്കും ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഷെൽഫിൻ്റെ മുകളിൽ വരെ അവൾ ചവിട്ടി കയറും. ഈ ജനലൊക്കെ അവളുടെ ഏണികളാണ്, എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ചേച്ചി ചെയ്യുന്ന എന്താന്ന് നോക്കാനിതാ അനിയത്തി പോവാണ്. സന്ധ്യ ആയേറെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് പോയി തൊഴുതൊക്കെ വന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ഞാൻ ഓർത്തുണ്ടായിരുന്നില്ല ഗൈസ്. ഫുൾ ക്ലീനിങ് ഒന്നും ഇന്നൊരൊറ്റ ദിവസം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ബാക്കി അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ തീർക്കണം. അപ്പം അടുത്തത് കാണും വരെ ബായ്.